ആരാണ് മരിക്കാത്തത് സഹോദര? എത്രയെത്ര ഏകാധിപകൾ മരണപ്പെട്ടു പോയി, എത്രയെത്ര സ്വേച്ഛാധിപതികൾ മരണപ്പെട്ടു പോയി. ലോകമടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിമാര് മരണപ്പെട്ടു പോയില്ലയോ? മരണപ്പെട്ടു പോയില്ലയോ? അവസാനമായി ബാക്കിയാകുന്നത് അസ്റായീൽ മാത്രമാണ്. അല്ലാഹുവുമുണ്ട്, അസ്റായീലുമുണ്ട്. അസ്റായീലിനെ അടുത്തേക്ക് അല്ലാഹു വിളിക്കുകയാണ്. ഫയഖൂലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടികളുടെയും ആത്മാക്കളെ പിടിച്ച ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, മനിൽ ബാഖി യാ അസ്റായീൽ, ആരാണ് ബാക്കിയുള്ളത് അസ്റായീലേ? ഇനി ആരാണ് ബാക്കിയുള്ളത് അസ്റായീലേ? ഫയഖൂലു അസ്റായീൽ, അസ്റായീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുകയാണ്, അബ്ദുകൽ ഫാനി യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്. കാരണം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും കാര്യം മനസ്സിലായി. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളുടെ ആത്മാക്കളെ അല്ലാഹു ഇതാ കൊണ്ടുപോയിരിക്കുകയാണ്. എന്നെ സതീർത്ഥരായ ജിബ്രീൽ പോയില്ലയോ? മീകായിൽ പോയില്ലയോ? ഇസ്രാഫീൽ പോയില്ലയോ? ഞാൻ പ്രവാചകരുടെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് അനുവാദം പോലും വാങ്ങിച്ച ലോകത്തിന്റെ ഗുരുവേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും യാത്ര തിരിച്ചില്ലയോ? വഫാത്തായില്ലയോ? അതുകൊണ്ട് ഞാൻ ഒരിക്കലും ശാശ്വതികത്വം കിട്ടിയവനാവില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച അസ്റായീൽ പറയുകയാണ്, അബ്ദുകൽ ഫാനി യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്, ഈ അടിമ മാത്രമാണ് അല്ലാഹ്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമത്രേ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അസ്റായീലേ നീയും മരിക്കൽ അനിവാര്യമാണ്, നീയും മരിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ഒരാൾ പോലും ശാശ്വതികത്വമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കണേ സഹോദരങ്ങളെ. കോടാന് 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 കോടി ജനങ്ങളെ സൃഷ്ടിച്ച പടച്ച റബ്ബ്, ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച പടച്ച റബ്ബ്, ആകാശത്ത് പിന്നെ തിളങ്ങുന്ന താരകങ്ങളെ സൃഷ്ടിച്ച പടച്ച റബ്ബ്, സൂര്യനെ സൃഷ്ടിച്ച പടച്ച റബ്ബ്, ചന്ദ്രനെ പടച്ചതാകുന്ന അല്ലാഹു ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും സർവ്വ താരകങ്ങളെയും സർവ്വ ഗാലക്സികളെയും സർവ്വ വസ്തുക്കളെയും ഉന്മൂലനം ചെയ്യുന്ന രംഗമാണ്, രംഗമാണ്. എല്ലാം തകർത്തെറിയുകയാണ്, തകർത്തെറിയുകയാണ്. അവസാനമായി ബാക്കിയാകുന്ന മലക്കാകുന്ന അസ്റായീലിന് പോലും, ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്ന അസ്റായീലിന് പോലും രക്ഷയില്ല, രക്ഷയില്ല. വല്ലത്തുള്ള പെരുമാവൂരുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുങ്ങല്ലൂർ നീ സദസ്സിലേക്ക് വന്ന വിഷ്ണു എന്ന സഹോദര സമുദായത്തിൽപ്പെട്ടതായ പ്രിയപ്പെട്ട സുഹൃത്തടക്കം പ്രിയപ്പെട്ട റഫീഖ് എന്ന സഹോദരടക്കം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, കേൾക്കണേ. മരിക്കാത്തവരായി ഒരാളുമില്ല ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടതാണ്. നമ്മൾ യാത്ര തിരിക്കേണ്ടവരാണ്. ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കേണ്ടതാണ്, വെക്കേണ്ടതാണ്. അവസാനമായി ബാക്കിയാകുന്ന അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോലും അല്ലാഹു കണിശമായി പറയുകയാണ്, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അസ്റായീലേ നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ഫയദ്ഹബു ഇലാ മൗദിൻ ബൈനൽ ജന്നതി വന്നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്റായീൽ ചെല്ലുമത്രേ. ഫയൻസിഉ മിൻഹു റൂഹഹു, സ്വന്തമായ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഒരുപക്ഷേ കാത് മുളച്ചത് മുതൽ ഇന്ന് വരെ നിങ്ങൾ കേൾക്കാത്ത ചരിത്രമായിരിക്കാം. ലോകത്തുള്ള പലരുടെയും ആത്മാവിനെ അസ്റായീൽ വേർപെടുത്തിയിട്ടുള്ളത്.
കേട്ടിട്ടുള്ള മുസ്ലിമേ മുസ്ലിമത്തേ, ഈ ലോകത്ത് നിന്ന് അസ്റായിലിന്റെ യാത്രയാണ്, അസ്റായിലിന്റെ അന്ത്യയാത്രയാണ്, അസ്റായിലിന്റെ വിലാപയാത്രയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര, ഇനി ഒരിക്കലും മടങ്ങി വരാത്ത യാത്ര. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള പ്രവിശ്യയിലേക്ക് ചെല്ലുകയാണ്. ഫയൻസിഉ മിൻഹു റൂഹഹു, സ്വന്തമായി ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുകയാണ്, സ്വന്തമായി വേർപെടുത്തുകയാ. അപ്പോഴാണ് മരണത്തിന്റെ വേദന ഇത്രത്തോളം ഉണ്ടെന്ന് അസ്റായിൽ തിരിച്ചറിയുന്നത്. ഫയസീഹു സയ്ഹാ, മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ പിടിമുറുക്കുന്ന അസ്റായിൽ മരണവേദനയിൽ കടന്ന് പിടയുകയാണ്. അസ്റായിൽ അട്ടഹസിക്കുമത്രേ, വല്ലാത്ത ശബ്ദ കോലാഹലത്തോടുകൂടിയാണ് അസ്റായിലിന് വിട പറയലെന്ന് ഹബീബായ റസൂലുള്ളാഹി. അസ്റായിൽ വിളിച്ചു പറയുകയാണ്, അല്ലാഹ് ഇന്നി ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖ് യാ അല്ലാഹ്. മരണത്തിന് ഇത്ര വലിയ വേദനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അല്ലാഹുവേ മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ ഞാൻ മയത്തോട് കൂടിയല്ലാതെ പിടിക്കുമായിരുന്നില്ല അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് അസ്റായിൽ വിട പറയുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ കുടുംബവുമായി തെറ്റി നിൽക്കുന്ന മുസ്ലിമേ, അടിയുടേതാകുന്ന സ്ഥലത്തിന്റെ പേരിൽ, വഴിയുടെ പേരിൽ പിണക്കം വെക്കുന്ന സമൂഹമേ, പാടില്ല പാടില്ല. മരിക്കണ്ടയോ മരിക്കണ്ടയോ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. നിന്റെ ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് എടുത്തു വെക്കപ്പെടുമ്പോ നിന്റെ അമലുകളെ സ്വീകരിക്കപ്പെടാതിരിക്കുമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചില്ലയോ?